വിശുദ്ധി എന്നത് അസാധാരണരായ ചിലരുടെ മാത്രം വിളിയല്ല, ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഓരോ മനുഷ്യന്റെയും വിളിയാണ്. പ്രിയപ്പെട്ടവരെ, ലോകമെമ്പാടുമുള്ള വൈദികരുടെ മധ്യസ്ഥനും എളിമയുടെയും പ്രാർത്ഥനയുടെയും അക്ഷീണ സേവനത്തിന്റെയും ജീവിക്കുന്ന മാതൃകയുമായ വിശുദ്ധ ജോൺ മരിയ വിയാനിയെ ഇന്ന് നാം അനുസ്മരിക്കുകയാണ്. വലിയ പാണ്ഡിത്യമോ അസാധാരണ കഴിവുകളോ ഇല്ലാതിരുന്നിട്ടും ദൈവത്തോടുള്ള അചഞ്ചലമായ സ്നേഹവും മനുഷ്യരോടുള്ള അഗാധമായ കരുണയും കൊണ്ട് ഒരു ചെറിയ ഗ്രാമത്തെ ലോകം ശ്രദ്ധിക്കുന്ന വിശുദ്ധിയുടെ കേന്ദ്രമാക്കി മാറ്റിയ മഹാനാണ് അദ്ദേഹം. 1786 ഫ്രാൻസിൽ ജനിച്ച ജോൺ മരിയ വിയാനിയുടെ ബാല്യം വളരെ സാധാരണമായിരുന്നു. പഠനത്തിൽ വലിയ മികവില്ലാതിരുന്നെങ്കിലും ദൈവത്തെ സ്നേഹിക്കാനും അവിടുത്തെ സേവിക്കാനുമുള്ള ആഗ്രഹം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ശക്തമായിരുന്നു. അനേകം ബുദ്ധിമുട്ടുകൾ അതിജീവിച്ചാണ് അദ്ദേഹം വൈദികനായത്. ഫ്രാൻസിലെ ചെറിയ ഗ്രാമമായ ആഴ്സിലേക്കാണ് അദ്ദേഹത്തെ വികാരിയായി നിയോഗിച്ചത്. പുറമേ നോക്കുമ്പോൾ അതൊരു ചെറിയ ഇടവക മാത്രമായിരുന്നു. എന്നാൽ പ്രാർത്ഥനയും ത്യാഗവും വിശുദ്ധ ജീവിതവും കൊണ്ട് അദ്ദേഹം ആ ഗ്രാമത്തെ ആത്മീയ നവീകരണത്തിന്റെ കേന്ദ്രമാക്കി മാറ്റി. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയായിരുന്നു. ദൈവസന്നിധിയിൽ മണിക്കൂറുകളോളം ചെലവഴിച്ച അദ്ദേഹം ജനങ്ങളെ ദൈവത്തിങ്കിലേക്ക് നയിച്ചു. കുമ്പസാരക്കൂട്ടിൽ അദ്ദേഹം മണിക്കൂറുകളോളം ഇരുന്ന് അനേകരെ ദൈവത്തോട് അനുരഞ്ജിപ്പിച്ചു. സ്നേഹവും കരുണയും നിറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്കുകൾ ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തി. അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വലിയ കഴിവുകളല്ല, വലിയ വിശ്വാസവും വിനയവുമാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നതാണ്. ആത്മാർത്ഥതയോടെ ദൈവത്തെ സ്നേഹിക്കുകയും മറ്റുള്ളവരെ സേവിക്കുകയും ചെയ്യുന്നവർക്ക് ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയും. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലും സ്കൂളുകളിലും സമൂഹത്തിലും വിശുദ്ധ ജോൺ മരിയ വിയാനിയെ പോലുള്ള പ്രാർത്ഥനയുള്ളവരും സ്നേഹമുള്ളവരും സേവന മനോഭാവമുള്ളവരും ആവശ്യമാണ്. നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയുടെ വഴിയിലൂടെ നടക്കാൻ പരിശ്രമിക്കണം. സത്യസന്ധത, വിനയം, പ്രാർത്ഥന, മറ്റുള്ളവരോടുള്ള കരുണ എന്നിവ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആചരിക്കുന്ന ഈ വേളയിൽ വിശുദ്ധ ജോൺ മരിയ വിയാനിയെ പോലെ സ്നേഹത്തിന്റെയും കരുണയുടെയും ആത്മസമർപ്പണത്തിന്റെയും മാതൃകയായി തങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വൈദികരെ നമുക്ക് പ്രത്യേകം അനുസ്മരിക്കാൻ. അവരുടെ ജീവിത വീഥികളിൽ വിശുദ്ധിയുടെ പരിമളം പരത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം. അവരോടുള്ള നമ്മുടെ സ്നേഹവും ആദരവും പ്രകടിപ്പിക്കാം. എല്ലാവർക്കും ഈ പുണ്യദിനത്തിന് മംഗളങ്ങൾ നേരുന്നു. നന്ദി.